കാശിയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് മഹേഷിന് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നീ എന്നെ ഇത്ര പോലും മനസ്സിലാക്കിയില്ല അല്ലേ മഹേഷേ? നിന്റെ സ്ഥാനത്ത് ഞാനും എൻ്റെ സ്ഥാനത്ത് നീയുമായിരുന്നുവെങ്കിലോ എങ്ങനെയാവും നീ പ്രതികരിക്കുക? അപ്പോൾ മഹേഷിന് മായയുടെ കാര്യം ഓർമ്മ വന്നു. അതു പക്ഷേ ഇനി ഒരിക്കലും കാശി അറിയരുത് എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ സംശയിക്കില്ലായിരുന്നു, മഹേഷ് ഉറപ്പോടെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്? അത്ര മോശപ്പെട്ടവനാണ് ഞാനെന്ന് കരുതിയോ? കാശിയുടെ ചോദ്യങ്ങൾക്കൊന്നിനും മഹേഷിൻ്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. എടാ, അങ്ങനെയല്ല. അവൾ ആകെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നു പോലും മനസ്സിലായില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, എന്നെ അങ്ങനെ കാണരുത് എന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ കാണിച്ചിരുന്ന സ്നേഹം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അനുജത്തി എന്ന പരിഗണനയാണെന്ന് പറഞ്ഞു കൊടുത്തു. കാശിയെ തൻ്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ മഹേഷ് കുഴഞ്ഞു. നീ അവളെ അനുജത്തിയായിട്ടാണോ കണ്ടിരുന്നത് മഹേഷ്? ആ ചോദ്യം അവൻ സ്വയം ചോദിച്ചു. വീണ തനിക്ക് അനുജത്തിയാണോ? അനിയത്തിയെപ്പോലെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരിക്കലും അവളോട് പ്രണയം തോന്നിയിട്ടില്ല. എന്തോ ഒരു പ്രത്യേക അടുപ്പം അവളോട് എന്നും ഉണ്ടായിരുന്നു. അറിയില്ല, മായയെപ്പോലെ ഞാൻ അവളെ കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും ഒരു പ്രണയവും എനിക്ക് അവളോട് തോന്നിയിട്ടില്ല. മഹേഷിന് കൺഫ്യൂഷനായി. നീ എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ വിഷമിക്കേണ്ട. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സമാധാനം പകരുന്ന നീ ഇതുപോലെ ഒരു കാര്യത്തിന് ഇങ്ങനെ തകർന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നുമില്ലെങ്കിലും എന്നോടെല്ലാം പറയാനുള്ള ധൈര്യമെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നു. ഇതിപ്പോൾ നിന്നോട് സങ്കടം പറയാൻ വന്നിട്ട് ഞാൻ നിന്റെ സങ്കടം കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നില്ലേ? പുഞ്ചിരിയോടെ പറഞ്ഞതും മഹേഷ് അവനെ ഞെട്ടലോടെ നോക്കി. ഇന്ന് നീ അവളുടെ വീട്ടിൽ പോയിരുന്നല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നോട്. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൻ്റെ ചോദ്യത്തിൽ ആകുലതയുണ്ടായിരുന്നു. ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും പോലെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇത്തവണ എനിക്ക് അല്പം പോലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും അവളുടെ അപ്പച്ചിയല്ലേ. പിന്നെ അവളുടെ അച്ഛനും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അവരെ ആളിനെ വെച്ച് തല്ലിച്ചാലോ? മഹേഷ് മുഖത്തെ ഗൗരവം വിടാതെ തന്നെയാണ് ചോദിച്ചത്. കാശിക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവൻ അങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ മഹേഷ് കുറച്ചു സമയം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയി. നിതാരയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണ് കാശി? ആ ചോദ്യത്തിൽ പെട്ടെന്ന് തന്നെ കാശിയുടെ പുഞ്ചിരി മാഞ്ഞു. ഇക്കാര്യത്തിൽ മാത്രം തനിക്ക് എന്താണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത്? ഇക്കാര്യം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അവളെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് വരികയുമില്ല. അവളെ അംഗീകരിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ പിടിച്ചിട്ട് ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കില്ല. എങ്ങും തൊടാതെ ഒരു ഉത്തരം കാശി പറഞ്ഞപ്പോൾ മഹേഷ് നിശബ്ദനായി. തിരികെയുള്ള യാത്രയിൽ കാശിയുടെ മനസ്സ് മുഴുവൻ മഹേഷ് പറഞ്ഞ കാര്യമായിരുന്നു. വീണ. അവൾക്ക് എപ്പോഴായിരിക്കും അവനോട് പ്രണയം തോന്നിയത്? ഒരിക്കൽ പോലും അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൾക്കും അവനും പരസ്പരം ഇഷ്ടമാണ് എങ്കിൽ തനിക്കൊരിക്കലും അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ അമ്മ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകിലിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവന് ഭയം തോന്നി. മഹേഷ് ഈ കാര്യത്തിൽ നിരപരാധിയാണ് എങ്കിലും ചിലപ്പോൾ അവനും പഴി കേട്ടു എന്ന് വരാം. പ്രായത്തിൻ്റെ കുട്ടിക്കളിയായിരിക്കും വീണയുടെ ഉള്ളിലെന്ന് അവന് തോന്നി. അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് അവൻ തിരികെ വീട്ടിലേക്ക് വന്നത്. എന്നാൽ അവളെ പുറത്തൊന്നും കണ്ടില്ല. മുൻപൊക്കെ ഈ സമയത്ത് പുറത്തിരുന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നവളാണ്. ഈയിടെയായി അവളെ പുറത്തേക്ക് അധികം കാണാറില്ല എന്ന് അവൻ ഓർത്തു. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മുറിക്കുള്ളിലാണ്. അവളിൽ ഇതുവരെ ഒരു സംശയം തോന്നാതിരുന്നതിനാൽ തന്നെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അവൻ അവളുടെ മുറിയുടെ മുന്നിൽ വന്ന് വാതിലിൽ തട്ടി. അല്പസമയം തട്ടിയപ്പോൾ അവൾ വന്ന് വാതിൽ തുറന്നുകൊടുത്തു. ഗൗരവത്തോടെ നിൽക്കുന്ന കാശിയെ കണ്ടപ്പോൾ തന്നെ മഹേഷ് എല്ലാം അവനോട് പറഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നേരിയ ഭയം തോന്നി.
അവൾ കൈവിരലുകൾ കൊണ്ട് ഷാളിൽ കുരുക്കുകയും അഴിക്കുകയും ചെയ്തു. അവളുടെ ഉള്ളിലെ കള്ളത്തരം മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവനൊന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. ഇരിക്ക്. അവൻ ശാന്തമായാണ് അവളോട് സംസാരിച്ചത് എങ്കിലും അവൾക്ക് ഇരിക്കാൻ തോന്നിയില്ല. ഇരിക്ക് വീണ. അവൻ ഒന്നുകൂടി തറപ്പിച്ച് പറഞ്ഞതും അവൾ മെല്ലെ ബെഡിൻ്റെ ഒരറ്റത്തായി ഇരുന്നു. നീ മഹേഷിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അതിലെന്താണ് നിനക്ക് പറയാനുള്ളത്? അവളുടെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. പണ്ട് മുതലേ ചേട്ടനോട് അധികം സംസാരമില്ല. അതുമാത്രമല്ല, അമ്മയെങ്ങാനും അറിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. ചേട്ടാ, എനിക്ക് മഹേഷ് ഏട്ടനെ ഇഷ്ടമാണ്. അവൾ ഒരു പേടിയോടെ പറഞ്ഞു. ജീവിതം ഒരു കുട്ടിക്കളിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാശി വളരെയധികം ഗൗരവത്തോടെ ചോദിച്ചു. മഹേഷിനോടുള്ള ഇഷ്ടം വീണയ്ക്ക് ഒരു തമാശയായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. തമാശയ്ക്കല്ല, എനിക്ക് ഒത്തിരി നാളായി ഇഷ്ടമാണ്. പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയവും വേദനിച്ചു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ഇത്രയും നാളായിട്ട് അമ്മ നിന്റെ ഏട്ടത്തിയോട് മിണ്ടുന്നത് നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ചിലപ്പോൾ ഒന്നും പറയില്ലായിരിക്കും. അത് മാത്രമല്ല, അവന് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. എനിക്കൊരിക്കലും അവനെ നിർബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെ നിർബന്ധിച്ചാലും അങ്ങനെ ഉണ്ടാകുന്ന ഇഷ്ടത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല മോളെ. അവളുടെ സങ്കടം മനസ്സിലാക്കി തന്നെ അവൻ വളരെ സൗമ്യമായാണ് പറഞ്ഞത്. ഞാൻ കാത്തിരുന്നോളാം. പെട്ടെന്ന് കേട്ടതുകൊണ്ടാണ് മഹേഷേട്ടൻ ഞെട്ടിപ്പോയത്. ചേട്ടൻ നിർബന്ധിക്കുകയൊന്നും വേണ്ട. എന്നെങ്കിലും ആ മനസ്സ് മാറാതെ ഇരിക്കില്ല. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. ഒടുവിൽ നിന്റെ കാത്തിരിപ്പ് വെറുതെ ആയിപ്പോയാലോ? സമയം കടന്നു പോകുന്തോറും വേദനയും കൂടും. അവനും നിന്നോട് തിരികെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെതിരെ നിൽക്കില്ല. പക്ഷേ എൻ്റെ അനുജത്തിയാണ് എന്ന പേരിൽ നീ ഒരിക്കലും അവനെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. കാശി വീണ്ടും ഗൗരവത്തിലായി. എൻ്റെ ഇഷ്ടം ഏട്ടൻ അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോയി പറഞ്ഞത്. ഇനി ഒരിക്കലും ഞാൻ പോയി ശല്യപ്പെടുത്തില്ല എന്ന് കരുതി ഞാൻ ഇതിൽ നിന്നും പിന്മാറി എന്നല്ല. കാത്തിരുന്നോളാം ഞാൻ. അത് അറിയിച്ചിരുന്നാൽ മതി. പ്രായത്തിന് ചേരാത്ത പക്വതയോടെയാണ് അവളുടെ സംസാരം. അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംസാരം പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവൻ അല്പം ആശ്വാസമാണ് തോന്നിയത്. ആത്മാർത്ഥ സുഹൃത്തിനോട് തൻ്റെ അനുജത്തി കളിതമാശയായി ഇഷ്ടം പറഞ്ഞു എന്ന് അവന് ഭയമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിലെ സ്നേഹം പരിശുദ്ധിയോട് കൂടിയതാണ്. അതിലവൻ സ്വന്തമായി തന്നെ തീരുമാനമെടുക്കട്ടെ. തൻ്റെ യാതൊരു ഇടപെടലും ഇതിലുണ്ടാകാൻ പാടില്ല. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിത്താര ബെഡിൽ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. ആഹാരം പോലും കഴിക്കാതെ ഇവൾ ഉറക്കമായോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ മുറിയിൽ കയറി വാതിലടച്ചു. ഇട്ടിരുന്ന ഷർട്ടൂരി സ്റ്റാൻഡിലിട്ടുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങുമ്പോഴും അവൾ ശാന്തമായി തന്നെ ഉറങ്ങുകയാണ്. ഇവൾ ഇന്നലെ ഇനി വല്ല മോഷണത്തിനും പോയിരുന്നോ? അറിയാതെ തന്നെ അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. ചെറിയ തണുപ്പ് മുഖത്തടിച്ചപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത്. കണ്ണു തുറന്നതും മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറുന്നവനെയാണ് കണ്ടത്. തുറന്ന കണ്ണ് അവൾ പെട്ടെന്ന് തന്നെ അടച്ചു കളഞ്ഞു. അവൻ്റെ ദേഹത്തു നിന്നും തെറിച്ച വെള്ളത്തുള്ളികളാണ് തന്നെ ഉണർത്തിയത് എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി മനഃപൂർവ്വം ചെയ്തതായിരിക്കുമോ എന്ന് അവൾ ചിന്തിച്ചു. അതിന് സാധ്യത പക്ഷേ വളരെ കുറവാണ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് കാശിനാഥൻ അല്ലാതെ ഇരിക്കണം. അവൾ മെല്ലെ ഒരു കണ്ണ് തുറന്ന് അവനെ നോക്കി. മുടി കോതി വെക്കുകയാണ്. കാണാൻ എന്ത് സുന്ദരനാണ്. ഈ വഴക്കും ബഹളവും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇയാളുടെ പിറകെ നടന്നു പ്രേമിച്ചു പോയേനെ. ഏത് നേരത്താണോ എന്തോ അന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. തനിക്ക് സ്ക്രൂ തന്ന് ദേഷ്യം കൂട്ടിക്കൊണ്ടിരുന്ന ഭാഗ്യലക്ഷ്മി അപ്പച്ചിയെ അവൾ ഒരു നിമിഷം സ്മരിച്ചു. ആ സ്ത്രീ ഒരാൾ കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അവരുടെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അന്ന് തെറ്റും ശരിയും വേർതിരിച്ച് അറിയാനുള്ള പ്രായം തനിക്കായിരുന്നില്ല. അത് പരിഗണിച്ചാൽ തന്നെ തനിക്ക് നിസ്സാരമായി മാപ്പ് തരാവുന്നതേയുള്ളൂ. അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. അപ്പോഴേക്കും ഒരുക്കം കഴിഞ്ഞ് കാശിയും തിരിഞ്ഞു നോക്കിയിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു.
അവൻ അവളെ നോക്കി മെല്ലെ പുരികമുയർത്തി. അവൾ ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്പി കാണിച്ചതിന് ശേഷം തിരിഞ്ഞു. ആഹാരം കഴിച്ചോ താൻ? കഴിച്ചിട്ടുണ്ടാകില്ല എന്ന് അറിയാമെങ്കിലും അവൻ വെറുതെ ചോദിച്ചു. ഏട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. എന്നെ കാത്തിരുന്ന് ഇനി ഒരിക്കലും പട്ടിണി ഇരിക്കരുത്. വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം. ഗൗരവത്തോടെ തന്നെയാണ് സംസാരം. അതുകൊണ്ട് അവൾ മെല്ലെ ഒന്ന് തലയാട്ടിയതേയുള്ളൂ. വാ, താഴേക്ക് പോകാം. അവൻ വിളിച്ചപ്പോൾ അവൾ പിന്നാലെ നടന്നു ചെന്നു. താഴേക്ക് ചെന്നപ്പോഴേക്കും എല്ലാവരും കിടന്നിരുന്നു. വീണയുടെ മുറിയിൽ മാത്രം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അത് ശ്രദ്ധിച്ചില്ല. അവൾ പോയി രണ്ടുപേർക്കുമുള്ള ആഹാരം എടുത്തുകൊണ്ടുവന്നു. അവളോട് ഇനി തന്നെ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ താൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടി വന്നേനെ. കഴിക്കാതെ എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നവനെ അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ കണ്ടു എന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. ചോറും ചെറുപയർ തോരനും കണ്ണിമാങ്ങ അച്ചാറും പിന്നെ മീൻ വറുത്തതും എല്ലാം അവന് വളരെ ഇഷ്ടമുള്ള കറികളാണ്. അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അവൾ അല്പസമയമിരുന്നു. പണ്ട് അമ്മയുള്ളപ്പോൾ അച്ഛനെ വിളമ്പിക്കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിന്ത അമ്മയിലേക്ക് പോയപ്പോൾ അവൾ വേഗം ആഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പാത്രത്തിലേക്ക് തന്നെ പതിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ അത് കണ്ടെത്തി. ആഹാരത്തിൻ്റെ മുന്നിലിരുന്ന് നീ എന്തിനാ കരയുന്നത്? അവൻ അത് കണ്ടപ്പോൾ അല്പം ദേഷ്യം തോന്നാതെ ഇരുന്നില്ല. ഒരു കാര്യവുമില്ലാതെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടാൽ ദേഷ്യം വരാതെ ഇരിക്കുമോ? അതൊന്നുമില്ല, ഞാൻ വെറുതെ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് മോങ്ങുമോ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ? അതേ ഗൗരവത്തോടെ തന്നെയാണ് അവൻ ചോദിച്ചത്. ഇല്ല ഏട്ടാ, ഞാൻ അറിയാതെ അമ്മയെ ഓർത്തുപോയി. അറിയാതെ കരഞ്ഞു പോയതാ, സോറി. പറഞ്ഞുകൊണ്ട് അവൾ പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ആഹാരം വേഗത്തിൽ കഴിച്ചെഴുന്നേറ്റു. എന്നാൽ അവളുടെ മറുപടിയിൽ അവനാകെ ഉലഞ്ഞുപോയിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് എന്ന പരിഗണന പണ്ടു മുതലേ അവൾക്ക് കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ താനും അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ അല്പം വികൃതി കാണിക്കുമായിരുന്നു എന്നതൊഴിച്ചാൽ പൊതുവെ അവൾ ഒരു പാവം തന്നെയായിരുന്നു. അപ്പച്ചിയുടെ വിയോഗം വരുത്തിയ വിടവ് ഇപ്പോഴും അവളുടെ മനസ്സിൽ വലിയൊരു മുറിവായി അവശേഷിക്കുന്നു എന്ന് അവന് തോന്നി. അതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ അവഗണനയും അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാകും. അമ്മയാണെങ്കിൽ അവളുടെ മുഖത്ത് പോലും നോക്കില്ല. ഈ വീട്ടിൽ അവൾക്ക് വല്ലാതെ മടുക്കുന്നുണ്ടാകും. തൻ്റെ ഭാഗത്തെ വീഴ്ചകൾ വിലയിരുത്തുകയായിരുന്നു അവൻ ആ നിമിഷം. അവളുടെ ആ കണ്ണുനീർ തുള്ളികൾ തൻ്റെ ഹൃദയത്തിലാണ് വന്നു പതിച്ചത് എന്ന്. വീണയുടെ കാര്യം അറിഞ്ഞ ടെൻഷനിലായിരുന്നു. അതിൻ്റെ ഒപ്പം ഇതുകൂടിയായപ്പോൾ അവൻ്റെ മനസ്സ് പുകഞ്ഞു നീറാൻ തുടങ്ങി. അവൻ വേഗത്തിൽ തന്നെ കഴിച്ചെഴുന്നേറ്റു. അവൾ അടുക്കള വൃത്തിയാക്കി ഇറങ്ങി വരുമ്പോഴേക്കും അവളെ കാത്ത് എന്നതുപോലെ അവൻ വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. കുടിക്കാനുള്ള വെള്ളവും എടുത്ത് അവൾ സ്റ്റെപ്പ് കയറിയപ്പോൾ അവനും പിന്നാലെ മുകളിലേക്ക് കയറി. നടക്കുന്നതിനൊത്ത് ഇളകിയാടുന്ന അവളുടെ കറുത്ത മുടിയിഴകളിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. അപ്പച്ചിയുടെ മുടിയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. പണ്ട് ഇവളുടെ മുടി തനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് അവൻ ഓർത്തു. പിന്നെ എപ്പോഴായിരിക്കും തൻ്റെ മനസ്സിൽ അവൾ വെറുക്കപ്പെട്ടവളായത്? അവളെ താൻ വെറുത്തിരുന്നോ? അന്ന് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിന്നപ്പോൾ തൻ്റെ മിഴികൾ അവളിലായിരുന്നു. പക്ഷേ അവളുടെ കണ്ണിലെ കുറ്റബോധം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവളാണ് ഇത് ചെയ്തത് എന്ന്. അവൾ തന്നെയായിരുന്നു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നതും. അവളുടെ വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് എല്ലാവരും തന്നെ അവിശ്വസിച്ചത്. അവസാന നിമിഷത്തിലെങ്കിലും അവൾ സത്യം ഒന്ന് ഏറ്റുപറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അപ്പോഴേക്കും എല്ലാം ആ സ്ത്രീ ഏറ്റെടുത്തിരുന്നു. മുൻപും പലപ്പോഴും ഇത്തരം പ്രവർത്തികൾ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയിരുന്നു. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ സംഭവമായി തോന്നുമായിരുന്നുവെങ്കിലും തന്നെ സംബന്ധിച്ച് ഇന്നും മറക്കാൻ കഴിയാത്ത ഒരു കറുത്ത അധ്യായമാണത്. ആ ദിവസം വരെ സ്നേഹത്തോടെ നോക്കിയിരുന്നവരുടെ കണ്ണുകളിൽ അവജ്ഞ നിറയുന്നതും പല കൂട്ടുകാരുടെയും വീട്ടിൽ തന്നോട് കൂട്ടുകൂടുന്നതിൽ നിന്നും വിലക്കിയതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അവൻ ഓർത്തു. അതെല്ലാം പുറത്ത് തനിക്ക് സ്നേഹിക്കാനാകുമോ?
പഠനത്തിൽ ഒന്നാമനായിരുന്ന താൻ എല്ലായിടത്തും പിന്നീട് പിന്നിലേക്ക് മാറപ്പെട്ടു. അച്ഛൻ്റെ നിർബന്ധമൊന്നും കൊണ്ട് മാത്രമാണ് പഠനം പൂർത്തിയാക്കിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രായം അവൾക്ക് ഉണ്ടായിരുന്നോ? വികാരത്തിൻ്റെ പുറത്തുനിന്ന് ചിന്തിക്കാതെ യുക്തിയോടെ ചിന്തിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ജീവിതത്തെക്കുറിച്ച് ഒന്നും കാര്യമായി ചിന്തിക്കാനുള്ള പക്വതയില്ലാത്ത ചെറിയ കുട്ടിയായിരുന്നു അന്നവൾ. അവളുടെ നിഷ്കളങ്കതയെ ഭാഗ്യലക്ഷ്മി അതിക്രൂരമായി മുതലെടുത്തു. അതിൻ്റെ പേരിൽ ഇത്രയും നാൾ താൻ അവളെ അകറ്റി നിർത്തിയപ്പോഴും പലപ്പോഴും തന്നോട് അവൾ മാപ്പു പറഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനോട് വന്ന് എല്ലാ കുറ്റവും അവൾ ഏറ്റു പറഞ്ഞിരുന്നു. മരിച്ചുപോയ സഹോദരിയുടെ മകളോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ തന്നെയാണ് അത് ഒളിപ്പിച്ചു വെച്ചത്. അവൾ ഒരു പെൺകുട്ടിയാണ് എന്നതിനാലും ചെറിയ കുട്ടിയാണ് എന്നതിനാലും അച്ഛൻ അവൾക്ക് പരിഗണന നൽകി. അവൻ മെല്ലെ അവളുടെ വശത്തേക്ക് തിരിഞ്ഞു നോക്കി. കട്ടിലിൻ്റെ ഒരോരത്തായി കിടന്ന് അവൾ ഉറങ്ങുകയാണ്. അപ്പച്ചിയുടെ കൈകളിൽ തൂങ്ങിക്കണ്ടിട്ടുള്ള കൊച്ചു പെൺകുട്ടിയെ അവൻ ഓർത്തു. കാശിയേട്ട എന്ന അവളുടെ വിളി കാതിൽ മുഴങ്ങുന്നത് പോലെ, നിറഞ്ഞ അവളുടെ മിഴികൾ തന്നോട് മാപ്പിരക്കുന്നതുപോലെ അവന് തോന്നി. അവൻ പോലും അറിയാതെ തന്നെ അവൻ്റെ മിഴികൾ നിറഞ്ഞു. ഇത്രയുമൊന്നും അകറ്റി നിർത്തുവാനുള്ള തെറ്റ് നീ ചെയ്തിരുന്നില്ല. നിന്റെ ചെറിയ പ്രായത്തിൽ നീ ചെയ്ത ഒരു കുസൃതി. പക്ഷേ തനിക്കത് വലിയ ഒരു ദുരന്തം സമ്മാനിച്ചു. അത് ചിലപ്പോൾ തൻ്റെ വിധിയായിരുന്നിരിക്കാം. അവൻ മെല്ലെ അവളുടെ മുടിയിഴകളിൽ ഒന്ന് തലോടി. അത്രയും നേരം മനസ്സിനെ അലട്ടിയിരുന്ന മറ്റ് ചിന്തകളെല്ലാം അവനിൽ നിന്നും വിട്ടുമാറിയിരുന്നു. ഉറങ്ങാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ ഒത്തിരി സമയം കിടന്നു. പകയും പിണക്കവും ഒന്നുമില്ലാത്ത ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരികെ പോയിരുന്നെങ്കിൽ എന്നവൻ ചിന്തിച്ചു. നിധിമോളെ, അവൻ മെല്ലെ സ്വരം താഴ്ത്തി അവളുടെ ചെവിയിൽ ഒന്ന് വിളിച്ചു. താൻ മാത്രം അവളെ വിളിച്ചിരുന്ന പേര്. അപ്പച്ചി പ്രസവിച്ചു തൻ്റെ കയ്യിലേക്ക് തന്ന നിധി. അന്ന് തൻ്റെ മടിയിലേക്ക് ആരോ അവളെ വെച്ച് തന്നപ്പോൾ അറിയാതെ തൻ്റെ വായിൽ നിന്ന് വന്ന പേരാണത്രേ. അതിനുശേഷം അന്നത്തെ ആ ദിവസം വരെയും താൻ അവളെ അങ്ങനെയേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉറക്കത്തിലും അവളൊന്ന് ഞെരുങ്ങി. ആ സ്നേഹം തിരിച്ചറിഞ്ഞതുപോലെ ആ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്തി കിടത്തിക്കൊണ്ടാണ് അവൻ കണ്ണുകൾ അടച്ചത്. അവളെ വെറുക്കാൻ താൻ ഇത്രയും കാലം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ താൻ ആരെയും അറിയിക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്നേഹം കാലങ്ങൾക്കിപ്പുറം ഒരു കോട്ടവും സംഭവിക്കാതെ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയല്ല എന്ന് തൻ്റെ മനസ്സിനോട് തന്നെ താൻ വാദിച്ചു കൊണ്ടിരുന്നു. ഒരു പരിധിവരെ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. അതെല്ലാം തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് അവൾ ഹോസ്പിറ്റലിലായപ്പോഴാണ്. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോഴാണ് ഈ ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ തോന്നിയത്. അതെ, അവൾ മൂലം തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കാളൊക്കെ വലുതാണ് തനിക്കവൾ. എത്രത്തോളം ഒളിക്കാനും മറക്കാനും ശ്രമിച്ചാലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സത്യത്തെ മായ്ച്ചു കളയാനാവില്ല എന്ന് അവൻ ഓർത്തു. അതേസമയം കാശിയോട് എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ ആശ്വാസത്തിലായിരുന്നു മഹേഷ്. കാശി തന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിച്ചാലും തനിക്കതൊരു പ്രശ്നമല്ല. അവൻ തന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ താൻ അവനെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവൻ തിരികെ തന്നെയും മനസ്സിലാക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയി. അതിന് തന്നോട് കാശിക്ക് പരിഭവമുണ്ട് എന്നറിയാം. എങ്കിലും ഇപ്പോൾ മനസ്സ് ശാന്തമാണ്. വീണയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അന്ന് താൻ അവളോട് ഇമോഷണലായാണ് സംസാരിച്ചത്. ഇനി കാണുമ്പോൾ എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അന്ന് കാശിയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഇനി ഒന്നും പേടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയമില്ല. ആ ചിന്തകളോടെ തന്നെ അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു.